ഡിയവാൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 10th ചാപ്റ്ററായ IT ആപ്ലിക്കേഷൻസ് എന്നതിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, ഈ ഒരു പാർട്ടിൽ നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജി നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താണ് ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ്, in this section we are going to discuss the information technology and its some application areas in our daily life. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഏരിയയിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇൻഫോർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഏരിയ ആപ്ലിക്കേഷൻ ഏരിയ ഏതൊക്കെയാണെന്നാണ് ജസ്റ്റ് നമുക്ക് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് പുറമെ നമ്മൾ ICT എന്ന ടേം റെഫർ ചെയ്യുന്നുണ്ട്. എന്താണ് ICT? നമുക്കറിയാം, ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇതൊരു കോമ്പിനേഷൻ ആണ്. എന്ന് വെച്ചാൽ ടെലികമ്മ്യൂണിക്കേഷന്റെയും അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെയും ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി എന്ത് ICT. മാത്രമല്ല, ഇതിനകത്ത് ധാരാളം ടെക്നോളജീസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി? ഡാറ്റ ക്യാപ്ചർ ചെയ്യാനും, ക്യാപ്ചർ ചെയ്ത ഡാറ്റ സ്റ്റോർ ചെയ്യാനും, സ്റ്റോർ ചെയ്ത ഡാറ്റയുടെ മുകളിൽ പ്രോസസ് നടത്താനും, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും, എന്നിട്ട് അതിൽ നിന്ന് ഇൻഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യണമെങ്കിൽ ധാരാളം ടെക്നോളജി വേണം. ഓക്കെ, അത്തരം ടെക്നോളജിയും ടെലികമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പായി വർക്ക് ചെയ്യാണ് എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി. അതിന് നമുക്ക് തരുന്നത് ICT എന്ന് പറയുന്നത്. ഓക്കെ, ICT മീൻസ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ആക്ച്വലി ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം. മാത്രമല്ല, ധാരാളം ടെക്നോളജീസ് അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടി ഡാറ്റ ക്യാപ്ചർ ചെയ്യാനും, സ്റ്റോർ ചെയ്യാനും, പ്രോസസ് ചെയ്യുന്നതിനും, അതുപോലെ ഇൻഫോർമേഷൻസ് പ്രിന്റ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നോളജീസ് അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ICT നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ആപ്ലിക്കേഷൻ ഏരിയ നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ദി മെയിൻ 3 ആപ്ലിക്കേഷൻ ഏരിയ ഓഫ് ICT. ICTയുടെ മെയിൻ 3 ആപ്ലിക്കേഷൻ ഏരിയ ഏതൊക്കെയെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഗവേൺസ്. നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് ഗവേൺസ്. നെക്സ്റ്റ് ബിസിനസ്, അത് നമുക്ക് ഫെമിലിയർ ആണ്. ലാസ്റ്റ് വൺ എന്താണ്? ലേണിംഗ്. ഓക്കെ, ഇത്രയും മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഏരിയ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വൺസ് അഗൈൻ ഗവേൺസ്, ബിസിനസ്, ലേണിംഗ്. ഓക്കെ, ഇനി വൺ ബൈ വൺ നോക്കാം. നമുക്ക് ഫസ്റ്റ് വൺ ഗവേൺസ് ആണ്. എന്താണ് ഗവേൺസ്? ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ICT. ഇത് ICTയുടെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഫോർ ഡെലിവറിംഗ് ഗവൺമെന്റ് സർവീസ് ടു ദി സിറ്റിസൺസ്. ഓക്കെ, സാധാ ജനങ്ങൾക്ക്, നമ്മുടെ സിറ്റീസിന് ഗവൺമെന്റ് സർവീസുകൾ അവൈലബിൾ ആക്കാം, ഡെലിവർ ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഏരിയ ആണ് എന്ത് ഗവേൺസ് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾക്ക് ആവശ്യമുള്ള, അതായത് നമ്മുടെ ആവശ്യമുള്ള ഡിഫറെന്റ് സർവീസുകൾ ഉണ്ടായിരിക്കും, ഗവൺമെന്റ് സർവീസുകൾ. അത് ആരിലേക്ക് എത്തിക്കുക? സിറ്റീസിലേക്ക് എത്തിക്കുക. അതെങ്ങനെയായിരിക്കണം? കൺവീനിയന്റ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, ആൻഡ് ട്രാൻസ്പെറന്റ് ആയിരിക്കും. ഓക്കെ, ഇത്തരം രീതിയിൽ എല്ലാ സർവീസുകളും, ഗവൺമെന്റ് എല്ലാ സർവീസുകളും സദാ സിറ്റീസിലേക്ക് എത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഏരിയ പറയുന്ന പേരെന്താണ്? ഗവേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗവേൺസ് ഉണ്ട്. ഏതൊക്കെ നോക്കാം? ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻ ഇൻ ഗവേൺസ്. ഗവേൺസിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്? ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഇൻ ഗവേൺസ്. ഓക്കെ, എന്താ നോക്കാം. ഫസ്റ്റ് വൺ G2G, അതായത് ഗവൺമെന്റ് ടു ഗവൺമെന്റ്. ഷെയറിംഗ് ഓഫ് ഡാറ്റ ഓഫ് ഇൻഫോർമേഷൻ എമംഗ് ഗവൺമെന്റ് ഏജൻസീസ്, ഡിപ്പാർട്ട്മെന്റ്സ് ഓർ ഓർഗനൈസേഷൻ. ഓക്കെ, 2 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ഈ 2 ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഡാറ്റകൾ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആവാം, ഓർഗനൈസേഷൻ ആവാം, അല്ലെങ്കിൽ ഏജൻസികളാവാം. ഇത്തരം 2 ഗവൺമെന്റ് ഏജൻസികളോ 2 ഡിപ്പാർട്ട്മെന്റുകളോ അല്ലെങ്കിൽ 2 ഗവൺമെന്റ് ഓർഗനൈസേഷൻസോ പരസ്പരം ഡാറ്റ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈപ്പിന് പറയുന്ന പേരാണ് G2G. ഓക്കെ, അതായത് 2 ഗവൺമെന്റ് ഏജൻസികൾ തമ്മിൽ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്ന മെത്തേഡ്. ദാറ്റ് ഈസ് കോൾഡ് G2G, ഗവൺമെന്റ് ടു ഗവൺമെന്റ്. അതാണ് ഫസ്റ്റ് ടൈപ്പ്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് പറഞ്ഞിരിക്കുന്നത് G2C ആണ്.
G2C means government to citizen. ഇവിടെ ആരൊക്കെ വരുന്നത്? ഗവൺമെന്റ് സർവീസുകൾ ഉണ്ടായിരിക്കും, അതുപോലെ സാധാ സിറ്റിസൺസ് ഉണ്ടായിരിക്കും. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ട്രാൻസ്ഫറിങ്, അതിന് പറയുന്ന പേരെന്താണ്? G2C എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടു സിറ്റിസൺ. ഓക്കെ, ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ ദി ഗവൺമെന്റ് സർവീസസ് ആൻഡ് സിറ്റിസൺ. ഓക്കെ, ഗവൺമെന്റ് സർവീസും അതുപോലെ സിറ്റിസണും ഇടയിൽ ഒരു ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാണ് ആര് യൂസ് ചെയ്യുന്നത്? G2C യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഗവൺമെന്റ് ടു സിറ്റിസൺ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ G2B ആണ്. നമുക്കറിയാം ഗവൺമെന്റ് ടു ബിസിനസ്. ഇവിടെ ആരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരൊക്കെ ഷെയർ ചെയ്യുന്ന ഡാറ്റ? ഗവൺമെന്റ് സർവീസുകളും അല്ലെങ്കിൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും ബിസിനസ് ഏരിയകളും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യാം? ഇന്ററാക്ഷൻസ് നടക്കാം. അതിനെ പറയുന്നതാണ് G2B, ഗവൺമെന്റ് ടു ബിസിനസ് ഏരിയാസ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ G2E ആണ്. G2E മീൻസ് ഗവൺമെന്റ് ടു എംപ്ലോയീസ്. ഗവൺമെന്റും എംപ്ലോയികളെ പരസ്പരമാണെന്ത് ഇവിടെ ഡാറ്റയിലെ ഇൻഫോർമേഷൻസ് കൈമാറുന്നത്. ഓക്കെ, എങ്ങനെയാണ്? മേക്ക് എ ഇന്ററാക്ഷൻ ഇൻ ബിറ്റ്വീൻ ഗവൺമെന്റ് ആൻഡ് എംപ്ലോയീസ്. ഗവൺമെന്റ് എംപ്ലോയീസും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളും പരസ്പരം എന്ത് ചെയ്യാം? ഇന്ററാക്ഷൻസ് നടക്കാം. ഓക്കെ, അതിനെ പറയുന്നതാണ് എന്ത്? G2E എന്ന് പറയുന്നത്. ഓക്കെ, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് പോളിസീസ്, അതുപോലെ ഗവൺമെന്റ് എംപ്ലോയീസ് സാലറീസ്, ഓരോ പേഴ്സണൽ ഡീറ്റെയിൽസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ഷെയർ ചെയ്യേണ്ടി വരും. ഓക്കെ, ആ ഒരു ഷെയറിങ്ങിന് വരുന്നതാണ് G2E, ഗവൺമെന്റ് ടു എംപ്ലോയി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ടോപ്പിക് വരുന്നത് ഇ ഗവേൺസ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഓക്കെ, ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഇ ഗവേൺസ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, ആ ഒരു ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു സ്ട്രക്ചറാണ് ഇനി പറയുന്നത്. അതായത് ഗവൺമെന്റ് ഇ ഗവേൺസ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് മെയിൻലി 3 പാർട്സ്. അതായത് ഇ ഗവേൺസ് എന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ മെയിനായിട്ട് 3 പാർട്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? SDC, അതായത് സ്റ്റേറ്റ് ഡാറ്റ സെന്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് SWAN, സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ആൻഡ് CSC, കോമൺ സർവീസ് സെന്റേഴ്സ്. ഇത്തരം മെയിൻ 3 പാർട്സ് ആണ് എവിടെയുള്ളത്? ഈ ഒരു ഇ ഗവേൺസ് ഇൻഫ്രാസ്ട്രക്ചറിലുള്ളത്. ഓക്കെ, വൺസ് അഗൈൻ SDC, SWAN എന്ന് പറയും, CSC. ഓക്കെ, ഇത്രയും പാർട്സ് ആണ് ഇതിനകത്തുള്ളത് ഇ ഗവേൺസ് എന്ന ഇൻഫ്രാസ്ട്രക്ചറിനകത്തുള്ളത്. ഓക്കെ, ഇനി 1 by 1 നമുക്ക് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഏതാണ്? സ്റ്റേറ്റ് ഡാറ്റ സെന്റർ ആണ്, SDC. ഓക്കെ, ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് എലമെന്റ് ഓഫ് ദി കോർ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സപ്പോർട്ടിംഗ് ഇ ഗവേൺസ് ആക്ടിവിറ്റീസ്. ഓക്കെ, അതായത് ഇതാണ് കോർ എലമെന്റ്, മെയിൻ എലമെന്റ്. ഇത് ആക്ച്വലി ഡാറ്റ സെന്റർ ആണ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരിക്കും? കീപ്പിംഗ് ഡാറ്റ കളക്ഷൻ ഓഫ് സ്റ്റേറ്റിന്റെ കംപ്ലീറ്റ് ഡാറ്റ കളക്ഷൻ ഏതിനകത്തായിരിക്കും? ഈ സ്റ്റേറ്റ് ഡാറ്റ സെന്ററിനകത്തായിരിക്കും. ഓക്കെ, അതെന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം? സെക്യൂറിംഗ് ഡാറ്റ സ്റ്റോറേജ്, ഡാറ്റ സ്റ്റോർ ചെയ്യണം, മാത്രമല്ല അതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യണം, ഓൺലൈൻ ഡെലിവറി ഓഫർ ചെയ്യണം, അതുപോലെ ധാരാളം സർവീസുകളൊക്കെ ഓഫർ ചെയ്യണം. ഈ ഒരു SDC ഓഫർ ചെയ്യണം. ഓക്കെ, ഇത്തരം സർവീസുകളൊക്കെ ആർക്കാണ് ലഭിക്കുന്നത്? സിറ്റീസിനാണ് ലഭിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരം സർവീസുകളൊക്കെ ആർക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം? സാധാ സിറ്റീസിന് അവൈലബിൾ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം. ഓക്കെ, അത്രയും സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരായിരിക്കും? ഈ സ്റ്റേറ്റ് ഡാറ്റ സെന്റർ ആയിരിക്കും. ഒന്നുമില്ല, SDC പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡാറ്റ. ഓക്കെ, സ്റ്റേറ്റിന്റെ കംപ്ലീറ്റ് ഡാറ്റകൾ അതിനകത്തുണ്ടായിരിക്കും, അതിന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യും, അതിന്റെ സർവീസൊക്കെ ആളുകൾക്ക് സാധാ സിറ്റീസിന് അവൈലബിൾ ആക്കുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആരാ ചെയ്യുന്നത്? ഈ സ്റ്റേറ്റ് ഡാറ്റ സെന്റർ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്, KSWN. ഓക്കെ, ഇറ്റ് ഈസ് ദി ബാക്ക് ബോൺ ഓഫ് ദി സ്റ്റേറ്റ് ഇൻഫോർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇതുവഴിയാണ് സാധാ സിറ്റീസിന് എന്ത് അവൈലബിൾ ആവുന്ന? ഗവൺമെന്റ് സർവീസുകൾ അവൈലബിൾ ആവുന്നത്. ഓക്കെ, ആദ്യം ഡാറ്റ കളക്ട് ചെയ്തിട്ട് എല്ലാം റെഡി ആയിട്ടായിരിക്കും. ആ ഡാറ്റ ആരിലേക്ക് എത്തിക്കണം? അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആരിലേക്ക് എത്തിക്കണം? സിറ്റീസിലേക്ക് എത്തിക്കണം. അപ്പൊ തീർച്ചയായിട്ടും എന്ത് വേണം? ഒരു നെറ്റ്വർക്ക് വേണം. ഓക്കെ, ആ നെറ്റ്വർക്കാണ് എന്താ? സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് കണക്ട്സ് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ആസ് ഇറ്റ്സ് ഹബ്ബ് ആൻഡ് എക്സ്റ്റെൻഡ്സ് ടു ഓൾ ദി 14 districts linking each of the 152 blocks പഞ്ചായത്ത്. ഓക്കെ, അതായത് തിരുവനന്തപുരം,
കൊച്ചി, കോഴിക്കോട്. ഇവിടെയാണ് ഹബ്ബുകൾ വരുന്നത്. ഓക്കെ, ഈ ഹബിൽ നിന്ന് ടോട്ടൽ 14 ഡിസ്ട്രിക്റ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. മാത്രമല്ല അതിൽ നിന്ന് വീണ്ടും 150 ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എന്ത് ചെയ്യുന്ന ഇത് കണക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, സ്വാൻ എന്ന് പറഞ്ഞു, കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് കോമൺ സർവീസ് സെന്റർ ആണ്. ഓക്കെ, ഇത് ആണ് എന്ത് ഫ്രണ്ട് എൻഡ് ഡെലിവറി പോയിന്റ്. അതായത് സാധാ യൂസർക്ക് ഗവൺമെന്റ് സർവീസുകൾ എത്തിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വേണം ഒരു ഫ്രണ്ട് എൻഡ് വേണം. ഓക്കെ, അപ്പോൾ is the front end delivery points of the government. ഗവൺമെന്റ് എല്ലാ സർവീസുകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും വേണം ഒരു മീഡിയേറ്റർ വേണം. ഓക്കെ, ആ മീഡിയേറ്റർ ആയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, കോമൺ സർവീസ് സെന്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ഗവൺമെന്റ് സർവീസുകളായിരിക്കാം, പ്രൈവറ്റ് സർവീസുകളായിരിക്കാം, സോഷ്യൽ സെക്ടർ സർവീസ് ആയിരിക്കാം. ഓക്കെ, ഫോർ ദി റൂറൽ സിറ്റീസ് സാധാ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു ഫ്രണ്ട് എൻഡ് ആയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, കോമൺ സർവീസ് സെന്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പേയ്മെന്റ് ഓഫ് ഇലക്ട്രിസിറ്റി, ഫോൺ, വാട്ടർ ബിൽ, ഓൺലൈൻ ആപ്ലിക്കേഷൻ, ഇതൊക്കെ എന്തിലൂടെ സാധ്യമാകുന്നത്, ഈ ഫ്രണ്ട് എൻഡിലൂടെയാണ് സാധ്യമാകുന്നത്. ഓക്കെ, ഇനി ഇത് ഓഫർ ചെയ്യുന്ന കുറച്ച് സർവീസുകളുണ്ട്. നമുക്ക് എല്ലാം അറിയുന്ന ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അഗ്രികൾച്ചർ സർവീസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് സർവീസ്, ഹെൽത്ത് സർവീസ്, റൂറൽ ബാങ്കിങ് സർവീസ്, എന്റർടൈൻമെന്റ് സർവീസ്, കൊമേഴ്ഷ്യൽ സർവീസ്. ഇത്തരം സർവീസ് ആര് ഓഫർ ചെയ്യുന്നുണ്ട്, ഈ ഫ്രണ്ട് എൻഡ് ആയുള്ള കോമൺ സർവീസ് സെന്റർ ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോർമൽ കേസിൽ. ഫോർ എക്സാമ്പിൾ ടെലിഫോൺ ബില്ല് പേ ചെയ്യുന്നതിനും, അതുപോലെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നതിനും, ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനും എല്ലാം നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ SCSനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, SCSന് മെയിൻ എക്സാമ്പിൾ നമ്മുടെ കേരളത്തിലുള്ള മെയിൻ എക്സാമ്പിൾ ആണ് അക്ഷയ സെന്റർ. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ് എന്ത്, അക്ഷയ സെന്റേഴ്സ്. ഓക്കെ, ഇനി അക്ഷയ സെന്ററിന് ജസ്റ്റ് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതാണ് വേർ ഇനിഷ്യലി ലോഞ്ച്ഡ് ഇൻ ദി ഇയർ 2002 ഇൻ ദി മലപ്പുറം ഡിസ്ട്രിക്ട് ഇൻ കേരള. ഓക്കെ, കേരളത്തിലെ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ് ഫസ്റ്റ് അക്ഷയ സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്, ലോഞ്ച് ചെയ്തത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണത്. ഓക്കെ, നെക്സ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ്. ഇ ഗവേണൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഉള്ളത്. ഓക്കെ, വൺ ബൈ വൺ നോക്കാം. ലെറ്റ്സ് ഡു ഓട്ടോമേഷൻ ഓഫ് ദി ഗവൺമെന്റ് സർവീസ്. ഓക്കെ, ഗവൺമെന്റ് എല്ലാ സർവീസുകളും നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമേഷനിലൂടെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ സ്ട്രെങ്ത് ഡെമോക്രസി. ഡെമോക്രസിക്ക് സ്ട്രെങ്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും ഏത് ഇ ഗവേണൻസ് ഉണ്ടെങ്കിൽ. കാരണം ഒന്നും ഡിലേ ഇല്ലാണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് പരസ്പരം ഡിപ്പാർട്ട്മെന്റ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ സാധിക്കും. അപ്പോൾ സ്ട്രെങ്ത് ദി ഡെമോക്രസി. നെക്സ്റ്റ് എന്താണ്, മോർ ട്രാൻസ്പെറൻസി ഇൻ ദി ഫംഗ്ഷനിങ്. ഓക്കെ, എല്ലാം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഡിപ്പെൻഡ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ നമുക്ക് തീർച്ചയായിട്ടും എന്ത് അവൈലബിൾ ആവും, ട്രാൻസ്പെറൻസി, അതായത് സുതാര്യത അവൈലബിൾ ആവും. കാരണം എല്ലാം റെക്കോർഡബിൾ ആണ്, ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്, റെക്കോർഡബിൾ ആണ്. ഓക്കെ, മാനുവലായിട്ടല്ല, ഓട്ടോമാറ്റിക് റെക്കോർഡബിൾ ആണ്. അതുകൊണ്ട് അവിടെ എന്ത് തീർച്ചയായിട്ടും ട്രാൻസ്പെറൻസി, അതായത് സുതാര്യത തീർച്ചയായിട്ടും നിലനിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മേക്സ് എവരി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ റെസ്പോൺസിബിൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം ഒരു ഡിപ്പാർട്ട്മെന്റ് ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഡിപ്പാർട്ട്മെന്റ് അതിന്റെ കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും റെസ്പോൺസിബിലിറ്റീസ് കൂടും. ഓക്കെ, മേക്ക് എവരി ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് റെസ്പോൺസിബിൾ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ, സേവ് അൺനെസസറി വിസിറ്റ്സ് ഓഫ് ദി പബ്ലിക് ടു ഓഫീസേഴ്സ്. സാധാ ജനങ്ങൾക്ക് ആവശ്യമില്ലാതെ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. കാരണം നമുക്കിപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം വിചാരിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനെ സമീപിക്കാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങേണ്ട കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സേവ് അൺനെസസറി വിസിറ്റ്സ് ഓഫ് ദി പബ്ലിക് ടു ഓഫീസേഴ്സ്. പഞ്ചായത്തുകളിലോ വില്ലേജിലോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. എല്ലാം ഈ സർവീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവൈലബിൾ ആക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ചാലഞ്ചസ് ടു ഇ ഗവേൺസ്. ഇ ഗവേൺസ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, മെറിറ്റ്സ് ഉണ്ട്. ബട്ട് അതിന് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. എന്തൊക്കെയാണ് അതിന്റെ ചലഞ്ചസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ, മോസ്റ്റ് ഓഫ് ഓൾ പീപ്പിൾ ആർ ലിവിംഗ് റിമോട്ട് ഏരിയ വിത്ത് ലോവർ ഇ ലിറ്ററസി. അതായത് നമ്മുടെ സമൂഹത്തിലെ മിക്ക ആളുകളും എവിടെ താമസിക്കുന്നത്, റിമോട്ട് ഏരിയ, റൂറൽ ഏരിയയിലാണ്. ഓക്കെ, അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ചുള്ളൊരു ഐഡിയ, ഇ ലിറ്ററസി ഇല്ല.
അതായത് ഇത്തരം സർവീസുകൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആകുന്ന സർവീസിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളാണ് മോസ്റ്റ് ഓഫ് ആൾ പീപ്പിൾസും നമ്മുടെ കൂട്ടത്തിലുള്ളത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ഒരു ഡിഫിക്കൽട്ടി. സെക്കൻഡ് എന്താണ്? സെക്യൂരിറ്റി മെഷർ ആർ ഹൈലി റിക്വയർഡ്. ഇത്തരം സർവീസുകളിൽ നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ നമുക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യേണ്ടി വരും. ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുമ്പോൾ ഇത്തരം ഡീറ്റെയിൽസ്, ഇത്തരം ഇൻഫോർമേഷൻ വളരെ സെക്യൂരിറ്റിയോട് കൂടിയേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സെക്യൂരിറ്റി മെഷേഴ്സ് വെരി ഹൈ റിക്വയർഡ് ആണ് പറയുന്നത്. ഓക്കെ, ഹൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഒരു ഇ ഗവേൺസ് എന്നൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ വെച്ചാൽ തീർച്ചയായിട്ടും ഹൈ ഇനീഷ്യലി ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. ഓക്കെ, ഹൈ കോസ്റ്റ്ലി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് മെനി പീപ്പിൾ ആർ ആങ്ഷ്യസ് ടു ഷെയർ ദെയർ പേഴ്സണൽ ഇൻഫോർമേഷൻ. ഒട്ടുമിക്ക ആളുകളും അവരുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാൻ ഇച്ചിരി മടിക്കും. അവർക്കൊരു പേടിയുള്ള കാര്യമാണ് കാര്യത്തിൽ. അപ്പോൾ അതും എന്തിനെ ബാധിക്കുന്ന കേസാണ്? ഈ ഗവേൺസ് കംപ്ലീറ്റ് ഏരിയയിൽ എത്തിക്കാൻ ഒരു ചലഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ബിസിനസ് ആണ്. അപ്പോൾ ഈ ഗവേൺസ് കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ബിസിനസ് ആണ്. എന്താണ് ഈ ബിസിനസ്? നോക്കാം. ഇത് ഷെയറിംഗ് ഓഫ് ബിസിനസ് ഇൻഫോർമേഷൻ, മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടക്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബൈ മീൻസ് ഓഫ് ICT ആപ്ലിക്കേഷൻ. അതായത് ICT ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് ബിസിനസ് ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക, ബിസിനസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തുകൂടെ ചെയ്യാൻ സാധിക്കും? ICT ആപ്ലിക്കേഷനിൽ ചെയ്യാൻ സാധിക്കും. അതിന് നമുക്ക് എന്ത് പറയുന്നത്? ഈ ബിസിനസ് എന്ന് പറയുന്നത് ICT ആപ്ലിക്കേഷനിലൂടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക. ദാറ്റ് ഈസ് കാൾഡ് ഇ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ടേം പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇ കോമേഴ്സ് ആൻഡ് ഇ ബിസിനസ്. ഓക്കെ, രണ്ടും നമ്മൾ റീഡ് ചെയ്യുന്ന ഏകദേശം ഒരേപോലെ നമ്മൾ കരുതുന്നു. ഓക്കെ, രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താ നോക്കാം? ഇ കോമേഴ്സ് ആൻഡ് ഇ ബിസിനസ്. എന്താണ് ഡിഫറൻസ് നോക്കാം. ഇ കോമേഴ്സ് it covers the business transaction that involves exchange of money. ഈ കോമേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ മെയിൻ ആയിട്ട് എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻ എന്തുകൂടെ ഉണ്ടായിരിക്കും? എക്സ്ചേഞ്ച് ഓഫ് മണി ഉണ്ടായിരിക്കും. മണി എക്സ്ചേഞ്ച് ആണ് മെയിൻ ആയിട്ട് എവിടെ വരുന്നത്? ഈ കോമേഴ്സിൽ വരുന്നത്. ഓക്കെ, അതേസമയം ഈ ബിസിനസ്സിൽ ഇൻക്ലൂഡ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് റണ്ണിംഗ് എ ബിസിനസ് സച്ച് ആസ് മാർക്കറ്റിംഗ്, obtaining raw materials, customer education, customer relationship എല്ലാം ഇതിനകത്ത് വരുന്ന ഈ ബിസിനസ്സിനകത്ത് വരുന്നതാണ്. ഓക്കെ, ആക്ച്വലി ഈ ബിസിനസ് എന്താ സംഭവിക്കുന്നത്? റണ്ണിങ് എ ബിസിനസ് എങ്ങനെ ICTയിൽ റൺ ചെയ്യാം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഈ ബിസിനസ്സിൽ പറയുന്നത് ഈ കോമേഴ്സ് എന്താണ്? എക്സ്ചേഞ്ച് ഓഫ് മണിയാണ്. അപ്പോൾ അത് തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം ആണ്. ഓക്കെ, EPS എന്ന് പറയും. എന്താ നോക്കാം. ദി സിസ്റ്റം ഓഫ് ദി ഫൈനാൻഷ്യൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. നമുക്ക് വളരെയധികം ഫാമിലിയർ ആണ്. ബയർ ഉണ്ടായിരിക്കും, സെല്ലർ ഉണ്ടായിരിക്കും. ഇവർ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച്. എന്താ എക്സ്ചേഞ്ച്? ഫൈനാൻഷ്യൽ എക്സ്ചേഞ്ച്. ദാറ്റ് ഈസ് കാൾഡ് ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം. ഓക്കെ, e-banking is defined as the automated delivery of banking services directly to the customers through electronic channel. Okay, electronic channelലൂടെ ബാങ്കും ബാങ്കിലെ കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അതിനെ പറയുന്നതാണ് ഇ ബാങ്കിങ് പറയുന്നത്. ഈസ് ഡിഫൈൻഡ് ആസ് ദി ഓട്ടോമാറ്റിക് ഡെലിവറി ഓഫ് ബാങ്കിങ് സർവീസ്. ബാങ്കിങ് സർവീസ് ആർക്ക് ഡെലിവറി ചെയ്യാം? കസ്റ്റമേഴ്സ്ക്ക് ഡെലിവറി ചെയ്യാം ത്രൂ ഇലക്ട്രോണിക് ചാനൽ, ഒരു ഇലക്ട്രോണിക് ചാനൽ. ദാറ്റ് ഈസ് കാൾഡ് ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബിസിനസ്. ഇ ബിസിനസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇറ്റ് ഓവർകംസ് ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻ. ഈ ബിസിനസ്സിലൂടെ നമുക്ക് എന്ത് ഓവർകം ചെയ്യാൻ സാധിക്കും? ഈ ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻ. വളരെ വൈഡ് ഏരിയയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. എന്തില്ല? റെസ്ട്രിക്ഷൻ ഇല്ല. ഓക്കെ, ഡിസ്റ്റൻസ് റെസ്ട്രിക്റ്റഡ് അല്ല. ഈ ബിസിനസ്സിൽ എവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, പ്രൊമോട്ട് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈ ബിസിനസ് റെഡ്യൂസസ് ദി ഓപ്പറേഷൻ കോസ്റ്റ്. ഓക്കെ, ഓപ്പറേഷൻ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഏത് യൂസ് ചെയ്യുകയാണെങ്കിൽ? ഈ ബിസിനസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റ്. ആൻഡ് തേർഡ് പോയിന്റ്, ഇറ്റ് മിനിമൈസ് ദി ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. ഓക്കെ, ഈ ബിസിനസ്സിലൂടെ നമുക്ക് എന്ത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും? മിനിമൈസ് ചെയ്യാൻ സാധിക്കും?
ട്രാവൽ, അതുപോലെ ട്രാവൽ ചെയ്യാൻ ടൈം, അതുപോലെ അത്രയും കോസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം എവിടെ ഇരുന്നുകൊണ്ട് എവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇറ്റ് റിമെയിൻസ് ഓപ്പൺ ഓൾ ദി ടൈം. ഈ ബിസിനസിന്റെ പ്രത്യേക ടൈമില്ല, ഏത് ടൈമിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ് ഫോളോ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇറ്റ് റിമെയിൻസ് ഓപ്പൺ ഓൾ ടൈം, എല്ലാ ടൈമിലും ഈ ബിസിനസ് ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് വൺ, വി ക്യാൻ ലൊക്കേറ്റ് ദി പ്രൊഡക്റ്റ് ക്വിക്കർ ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൈഡ് റേഞ്ച് ഓഫ് ചോയ്സ് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്റ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞിട്ട്. അതായത് ഈ ബിസിനസ്സിൽ ധാരാളം വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ് ഉണ്ട്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കമ്പനി മാത്രം ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എല്ലാ കമ്പനിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ലതാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വി ക്യാൻ ലൊക്കേറ്റ് ദി പ്രൊഡക്റ്റ് ക്വിക്കർ, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഫ്രം എ വൈഡ് റേഞ്ച് ഓഫ് ചോയ്സസ്, ധാരാളം ചോയ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. ഒക്കെ തീർച്ചയായിട്ടും അതിനെന്തുണ്ടായിരിക്കും, ഈ ബിസിനസ്സിന് ഡിസ്അഡ്വാൻറ്റേജസും അല്ലെങ്കിൽ അതിന്റെ ചാലഞ്ചസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, എ ഗുഡ് പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ ഈസ് അൺഅവെയർ ഓഫ് ആയിട്ട്, ഒരു വലിയ പെർസെന്റേജ് ജനങ്ങൾക്ക്, ആളുകൾക്ക് എന്തിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ല, ഇൻഫോർമേഷൻ ടെക്നോളജിയെ കുറിച്ച് ഒരു ധാരണ ഇല്ല. അത് ഒരു വലിയൊരു ചലഞ്ചാണ് ഈ ബിസിനസ്സിന്. ഓക്കെ, ആൻഡ് ദി റൂറൽ പോപ്പുലേഷൻ ഡു നോട്ട് പ്രോസസ് പ്ലാസ്റ്റിക് മണി, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് സിസ്റ്റം. ഓക്കെ, സാധാരണ റൂറൽ ഏരിയയിൽ ഉള്ള ജനങ്ങൾക്ക് എന്തിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല, പ്ലാസ്റ്റിക് മണിയെ കുറിച്ചോ ക്രെഡിറ്റ് കാർഡ്, അത്ര കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്യുന്നില്ല, പ്രോസസ് ചെയ്യുന്നില്ല. ഓക്കെ, അവരെപ്പോഴും എന്താണ്, ട്രഡീഷണൽ ആയിട്ട് ഉള്ള പർച്ചേസിംഗ് മറ്റുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ കയ്യിൽ എന്തുണ്ടാവാൻ സാധ്യതയില്ല, പ്ലാസ്റ്റിക് മണി, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് പോലുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പൊ അതൊരു എന്താണ്, ഈ ബിസിനസിന് ചാലഞ്ചസ് ആണ്. ഓക്കെ, ആൻഡ് ഇഫ് നോട്ട് യൂസ് വിത്ത് ദി കോഷൻ മേ ലോസ് ദി അവൈലബിൾ ഇൻഫോർമേഷൻ. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൽ നമ്മുടെ വാല്യുബിൾ ആയ ഇൻഫോർമേഷൻ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായി തീരുന്ന കേസായിരുന്നത് അല്ലെ. ഇഫ് നോട്ട് യൂസ് വിത്ത് കോഷൻ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ മേ ബി ലോസ് ദി വാല്യുബിൾ ഇൻഫോർമേഷൻ, നമ്മുടെ വാല്യുബിൾ ഇൻഫോർമേഷൻ ലോസ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ലാസ്റ്റ് പോയിന്റ്, ഡു നോട്ട് സപ്പോർട്ട് ടച്ച് ആൻഡ് ഫീൽ ഇൻ ഓൺലൈൻ ഷോപ്പിംഗ്. ഓൺലൈൻ ഷോപ്പിംഗിൽ എന്ത് അവൈലബിൾ അല്ല, ഓൺലൈൻ ഷോപ്പിംഗിൽ എന്ത് അവൈലബിൾ അല്ല, ടച്ച് ആൻഡ് ഫീൽ എന്നൊരു മെത്തേഡ് അവൈലബിൾ അല്ല. നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സാധനം ടച്ച് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്തിട്ട് വാങ്ങിക്കാൻ സാധിക്കില്ല. അതാണ് ഒരു ഡ്രോബാക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് മെയിൻ സർവീസ് ആണെന്ത്, ഇ ലേണിംഗ്. എന്താണ് ഇ ലേണിംഗ് നോക്കാം. ദി യൂസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ICT ഇൻ എഡ്യൂക്കേഷൻ ഈസ് കാൾഡ് ഇ ലേണിംഗ്. അതായത് ഇലക്ട്രോണിക് മീഡിയയും അതുപോലെ മുകളിൽ പറഞ്ഞ ICTയും നമ്മൾ എവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ ഫീൽഡിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടെക്നോളജിയെ പറയുന്ന പേരെന്താണ്, ഇ ലേണിംഗ്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷണൽ ഏരിയയിൽ നമ്മൾ ഇലക്ട്രോണിക് മീഡിയ ആൻഡ് ICT യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടേമിനെ പറയുന്ന പേരാണ് എന്ത്, ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇ ലേണിംഗ് ടൂൾസ് എന്തൊക്കെയാന്ന് ജസ്റ്റ് നോക്കാം. ഇ ലേണിംഗ് ടൂൾസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിക് ബുക്ക് റീഡർ ആണ്. ഇ ബുക്ക് എന്ന് പറയും. ഇലക്ട്രോണിക് ബുക്ക് റീഡർ ഓക്കെ ഈസ് എ പോർട്ടബിൾ കമ്പ്യൂട്ടർ ഡിവൈസ് ദാറ്റ് ആർ ലോഡഡ് വിത്ത് ഡിജിറ്റൽ ബുക്ക്. ഓക്കെ, ഡിജിറ്റൽ ബുക്ക് ലോഡ് ചെയ്ത എ പോർട്ടബിൾ ഡിവൈസ്, കമ്പ്യൂട്ടർ ഡിവൈസ് ദാറ്റ് ഇസ് കാൾഡ് ഇലക്ട്രോണിക് ബുക്ക് റീഡർ. ഓക്കെ, ഡിജിറ്റൽ ബുക്ക് നമുക്ക് ആ ഒരു ഡിവൈസിനകത്ത് ലോഡ് ചെയ്യാൻ സാധിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്കുകൾ ഡിജിറ്റൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇലക്ട്രോണിക് ബുക്ക് റീഡർ എന്ന ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു ടൂളാണ് എന്ത്, ഇ ടെക്സ്റ്റ്. എന്താണ് ഇ ടെക്സ്റ്റ് നോക്കാം. ടെക്സ്റ്റൽ ഇൻഫോർമേഷൻ അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ഫോർമാറ്റ് ഈസ് കാൾഡ് ഇ ടെക്സ്റ്റ്. ഓക്കെ, അതായത് ടെക്സ്റ്റ് ഇൻഫോർമേഷൻ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ അവൈലബിൾ ആവണമെങ്കിൽ, ടെക്സ്റ്റ് ഇൻഫോർമേഷൻ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ
അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ്? ഇ ടെക്സ്റ്റ്. ഓക്കെ, അതായത് ടെക്സ്റ്റുവൽ ഇൻഫോർമേഷൻ നമുക്ക് ഏത് രീതിയിൽ അവൈലബിൾ ആവണം? ഇലക്ട്രോണിക് ഫോർമാറ്റിൽ അവൈലബിൾ ആവണം. ഓക്കെ, അത്തരം ടെക്സ്റ്റുവൽ ഇൻഫോർമേഷൻ പറയുന്ന പേരെന്താണ്? ഇ ടെക്സ്റ്റ്. ഓക്കെ, ഇത്തരം ഇ ടെക്സ്റ്റ് എന്ത് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്നത്? റീഡ് ബൈ ഇ ബുക്ക് റീഡർ. മുകളിൽ പറഞ്ഞ ഇ ബുക്ക് റീഡർ യൂസ് ചെയ്തിട്ടാണ് ഇത്തരം ഇ ടെക്സ്റ്റ് നമ്മൾ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ഓൺലൈൻ ചാറ്റ് ആണ്. നമുക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈൻ ചാറ്റ്. ഓക്കെ, ഇറ്റ് ഈസ് എ റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ടെക്സ്റ്റ് മെസ്സേജ് ബിറ്റ്വീൻ 2 or more പേഴ്സൺ ഓഫ് ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ രണ്ടിലധികം ആളുകളോ പരസ്പരം റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ടെക്സ്റ്റ് മെസ്സേജസ് അറ്റ് എ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഓൺലൈൻ ചാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ എക്സ്ചേഞ്ച് ഓഫ് ടെക്സ്റ്റ് മെസ്സേജ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ് ഓവർ ദി ഇന്റർനെറ്റ്. ഓക്കെ, അടുത്തത് ഈ കണ്ടന്റ് ആണ്. എന്താണ് ഈ കണ്ടന്റ്? ഈ കണ്ടന്റ് ഫോർ പർപ്പസ് ഓഫ് ദി ഇ ലേണിംഗിന് വേണ്ടി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യാം? വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, പ്രസന്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാം, ഗ്രാഫ്സ് ക്രിയേറ്റ് ചെയ്യാം, ആൻഡ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം, ആൻഡ് ദെൻ ബ്രോഡ്കാസ്റ്റ് ടു ദി ടെലിവിഷൻ ഓർ വെബ്സൈറ്റ്. ഓക്കെ, ഇത്തരം ക്രിയേഷൻസ് നമ്മൾ എന്തിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? ടെലിവിഷനിലൂടെയോ വെബ്സൈറ്റിലൂടെയോ നമുക്ക് എന്ത് ചെയ്യാം? ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത്തരം കണ്ടന്റിനെ പറയുന്ന പേരെന്താണ്? ഈ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇ ലേണിംഗിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന വീഡിയോസ്, പ്രസന്റേഷൻ, ഗ്രാഫിക്സ്, ആനിമേഷൻ ഒക്കെ നമുക്ക് എന്തിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കും? ടെലിവിഷനിലൂടെയോ വെബ്സൈറ്റിലൂടെയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത്തരം കണ്ടന്റിനെ പറയുന്ന പേരാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ സമഗ്ര. കേരള ഗവൺമെന്റ് ഒരു സമഗ്ര എന്നൊരു പോർട്ടലുണ്ട്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? ഈ കണ്ടന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എഡ്യൂക്കേഷൻ TV ചാനൽസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ വളരെയധികം ഫെമിലിയർ ആണ് വിക്ടേഴ്സ് ചാനൽ. നമ്മുടെ എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളും, സർക്കാർ നൽകുന്ന എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളും ഏത് വഴിയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്? വിക്ടേഴ്സ് ചാനലിലൂടെയാണ്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ TV ചാനൽസ്. ഓക്കെ, ഫോർ ദി പർപ്പസ് ഓഫ് ഇ ലേണിംഗിന് വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? TV ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദൂരദർശൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വ്യാസ് എന്ന ഒരു എഡ്യൂക്കേഷൻ ചാനലുണ്ട്. അതുപോലെ കേരള ഗവൺമെന്റ് നമുക്ക് തരുന്ന മറ്റൊരു എഡ്യൂക്കേഷൻ TV ചാനലാണത് വിക്ടേഴ്സ്. ഓക്കെ, അപ്പൊ അതും ഒരു ടൂളാണ്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഇ ലേണിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാൻ സെലക്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഴ്സസ് ഫ്രം റിമോട്ട് ഏരിയ. വളരെ വിദൂരത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇൻഎക്സ്പെൻസീവ്, റെഡ്യൂസ് ദി ട്രാവലിംഗ്. എക്സ്പെൻസ് കുറവാണ്, നമുക്ക് ട്രാവൽ ചെയ്യുന്ന ആ ഒരു എക്സ്പെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ട്രാവൽ ചെയ്യുന്ന ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ എന്തിന്റെ അഡ്വാൻറ്റേജ് ആണ്? ഒരു ഇ ലേണിംഗിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അടുത്തത് ക്യാൻ സെലക്ട് ഇന്റർനാഷണൽ ഓർ നാഷണൽ ലെവൽ കോഴ്സസ്. ഇന്റർനാഷണലോ നാഷണൽ ലെവലോ കോഴ്സസ് നമുക്ക് വൈഡ് സെലക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നോ എനി റെസ്ട്രിക്ഷൻ ഇൻ ദി കേസ് ഓഫ് പ്ലേസ് ആൻഡ് ടൈം. ഈ ലേണിംഗിന്റെ പ്രത്യേകത എന്താണ്? ഏത് സമയം എവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേൺ ചെയ്യാൻ സാധിക്കും. ഏത് സമയം എവിടെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേൺ ചെയ്യാൻ സാധിക്കും. റെസ്ട്രിക്ഷൻ ഇല്ല. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത. എന്തിന്റെ അഡ്വാൻറ്റേജ്? ഈ ലേണിംഗിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് പറഞ്ഞത്. ഓക്കെ, തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ഇല്ല സ്ഥിതിക്ക് എന്തുണ്ടായിരിക്കും? അതിനൊരു ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഉണ്ടായിരിക്കും. മുകളിൽ പറഞ്ഞ പോലെ ഇവിടെ എന്തൊക്കെയാണ് അതിന്റെ ചാലഞ്ചസ്? മെയിൻ ചാലഞ്ചസ് വരുന്നത് എന്തൊക്കെയാണ്? ദർ ഇസ് നോ എനി ഡയറക്റ്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. നമുക്കറിയാം ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിൽ ഡയറക്റ്റ് ഇന്ററാക്ഷൻ വരുന്നില്ല. അതൊരു വലിയ പോരായ്മയാണ് ഇതിനകത്ത്, ഈ ലേണിംഗിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് നീഡ് മോർ ടെക്നോളജീസ്. തീർച്ചയായിട്ടും ഈ ലേണിംഗിന് ആവശ്യം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂ ടെക്നോളജീസ് ആവശ്യമുണ്ട്. ഓക്കെ, അത് എക്സ്പെൻസീവ് ആണ്. നെക്സ്റ്റ് നോട്ട് ഗെറ്റ് ദി ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഫോർ സ്റ്റുഡന്റ് ഹു ദാറ്റ് ദേ നീഡ്. ചില കുട്ടികൾക്ക് നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻസ് വേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ അത്രയും ഇൻഡിവിജ്വൽ കുട്ടികളെ നമുക്ക് പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ മുന്നിൽ ആരില്ല? സ്റ്റുഡൻസ് ഇല്ല. ഓക്കെ, കാരണം ഇന്ററാക്ഷൻ ഇല്ല. സ്റ്റുഡന്റും ടീച്ചറും ഡയറക്റ്റ് ആയിട്ടുള്ള ഫേസ് ടു ഫേസ് എന്ന ഇന്ററാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചില കുട്ടികൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരും. ആ കേസിൽ അത്തരം കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻഡിവിജ്വൽ ആയിട്ട് അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ, പ്രാക്ടിക്കൽ ക്ലാസ് നോട്ട് പോസിബിൾ. നമുക്കറിയാം പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇതിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കില്ല, ഈ ലേണിംഗിലൂടെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അത്രയാണ്
ഇ ലേണിംഗ് എന്ന ടൂളിന്റെ സർവീസിന്റെ ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഏരിയാസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ICT ആപ്ലിക്കേഷൻ ഈ ഹെൽത്ത്, ആരോഗ്യരംഗത്ത് ICT ആപ്ലിക്കേഷൻ ഏതൊക്കെയെന്ന് നോക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ മെഡിക്കൽ എക്യുപ്മെന്റ്സ്. Nowadays all medical equipments are worked with the help of computer. Okay, കമ്പ്യൂട്ടറും അതിന്റെ അനുബന്ധ ടെക്നിക്കലും യൂസ് ചെയ്ത് നമ്മൾ എന്താണ് മോസ്റ്റ് ഓഫ് ഓൾ ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്സും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്കറിയാം CT സ്കാനർ, അതുപോലെ MRI സ്കാനർ എല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഈ ICTയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് EMR എന്ന് പറയും. Is the method to store the details of patient and their treatment details in the form of digital. അതായത് ഒരു രോഗിയുടെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ രോഗിയുടെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസും മൊത്തം നമുക്ക് എന്ത് ചെയ്യാം? ഡിജിറ്റലായിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഡിജിറ്റൽ കീപ്പ് ചെയ്യുന്നതിന് നമുക്ക് എന്താ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ഫോർ ഡയഗ്നോസിസ്. ഓക്കെ, രോഗങ്ങൾ കണ്ടെത്താൻ, രോഗനിർണയത്തിന് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഇത്തരം റെക്കോർഡ്സ്. ഓക്കെ, ഡിജിറ്റൽ ഡാറ്റകൾ. Next, web-based support diagnosis. Okay, the internet can provide the different types of diseases and their treatment methods. Internet നമുക്ക് different types of disease വരാൻ സാധ്യതയുള്ള അസുഖങ്ങളെ കുറിച്ചും അതുപോലെ അതിനെ ഹൗ ടു ട്രീറ്റ്, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇന്റർനെറ്റിലൂടെ നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ ടു നോ ദി ബേസിക് ഐഡിയ അബൌട്ട് സം ഹെൽത്ത് പ്രോബ്ലം. ഓക്കെ, ചില ഹെൽത്ത് പ്രോബ്ലത്തിന്റെ ബേസിക് ഐഡിയ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. അതിനെന്താണ് വെബ് ബേസ്ഡ് സപ്പോർട്ട് ഡയഗ്നോസിസ്. മുഴുവൻ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല, തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വരും. എങ്കിലും അതിന്റെ ബേസിക് ഐഡിയകളൊക്കെ, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഡോക്ടേഴ്സിന് ചിലപ്പോൾ പറഞ്ഞു തരാൻ സാധിക്കില്ല വെച്ചോളൂ ഒരു അസുഖത്തെ കുറിച്ച്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡോക്ടേഴ്സിന് കിട്ടാത്ത ഐഡിയകൾ, കിട്ടാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ആ രോഗത്തെക്കുറിച്ച്, ആ അസുഖത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിന്റെ ബേസിക് ഐഡിയ നമുക്ക് അവൈലബിൾ ആക്കുന്ന രീതിയിലാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്ന ICT പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെലിമെഡിസിൻ. ബൈ ദിസ് വി ക്യാൻ ഷെയർ ദി ഡിസ്കവറി ഓഫ് ഫേമസ് ഡോക്ടേഴ്സ് ആൻഡ് ക്യാൻ ആക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻസ്, കൺസൾട്ടേഷൻ ഫ്രം റിമോട്ട് ഏരിയ ഈവൻ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഒന്നുമില്ല, ഒരുപാട് ധാരാളം വിദഗ്ധരായ ഡോക്ടറുടെ കണ്ടുപിടുത്തങ്ങളുടെ ഡീറ്റെയിൽസും അതുപോലെ അവർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? അതിലൂടെ നമുക്ക് കൺസൾട്ടേഷനും അവൈലബിൾ ആവും. ഇതിലൂടെ ടെലിമെഡിസിനിലൂടെ. ഓക്കെ, അതായത് നമുക്ക് കൺസൾട്ടേഷൻ ഫ്രം റിമോട്ട് ഏരിയ ഈവൻ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ. ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? റിമോട്ട് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാം? കൺസൾട്ടേഷന് സാധിക്കും. ഏതുണ്ടെങ്കിൽ ടെലിമെഡിസിനിലൂടെ. ഓക്കെ, ബൈ ദിസ് വി ക്യാൻ ഷെയർ ദി ഡിസ്കവറി ഓഫ് ഫേമസ് ഡോക്ടേഴ്സ്. അതായത് വിദഗ്ധരായ ഡോക്ടർമാരുടെ കണ്ടുപിടുത്തങ്ങളും അവരുടെ ഡീറ്റെയിൽസും അതുപോലെ ആൻഡ് ക്യാൻ ആക്സെപ്റ്റ് ഇൻസ്ട്രക്ഷൻ, അവരിൽ നിന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്യാനും കൺസൾട്ടേഷൻ ആക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഏതുണ്ടെങ്കിൽ ഈ ടെലിമെഡിസിൻ ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് പോയിന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഈ ഒരു ഏരിയയിൽ ICT എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഓക്കെ, ടുഡേ ഡ്രഗ്സ് ഫോർ സ്പെസിഫിക് പർപ്പസ് ക്യാൻ ബി ഡെവലപ്ഡ് വിത്ത് ദി യൂസ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇറ്റ്സ് ടെക്നോളജി. ഓക്കെ, ഇന്നത്തെ കാലത്ത് സ്പെസിഫിക് പർപ്പസിന് ആവശ്യമുള്ള ഡ്രഗ്സ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്തിനു ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടേഴ്സിനെയും അതുപോലെ അതിന്റെ ബേസ് ചെയ്ത് വരുന്ന ടെക്നോളജിയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദസ് ഇറ്റ് ഹാൽപ്സ് ഇൻ ഡയഗ്നോസിസ്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗത്തെ ഡയഗ്നോസിസ് ചെയ്യാനും ഓക്കെ ആൻഡ് ട്രീറ്റ്മെന്റ് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനും ആൻഡ് ബെറ്റർ റണ്ണിങ് ഓഫ് ദി ഹോസ്പിറ്റൽ, നല്ല രീതിയിൽ ഹോസ്പിറ്റൽസ് റൺ ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ICT യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ഏരിയയിൽ എന്ത് വർക്ക് ചെയ്യുന്നത്? ICT വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ICT എനേബിൾഡ് സർവീസ് ആണ്. ഓക്കെ, അഡീഷണൽ ആയിട്ട് ICTയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറെ സർവീസുകളുണ്ട്. ഇത്തരം സർവീസുകളാണ് താഴെ പറയുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് വെബ് എനേബിൾഡ് സർവീസ്. ഓക്കെ, ഇത്തരം അഡീഷണൽ സർവീസിന് പറയുന്ന നെയിമാണെന്ത്? വെബ് എനേബിൾഡ് സർവീസസ്. ഓക്കെ, ആൻഡ് ഇറ്റ് കവർ ദി കംപ്ലീറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ഇംപ്രൂവ് സർവീസസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ബൈ ദി യൂസ് ഓഫ് ദി ICT. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു സർവീസ് നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻസും ഏതുവഴി കവർ ചെയ്യാൻ സാധിക്കും? ICT വഴി കവർ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ ഓർഗനൈസേഷന്റെ ഇംപ്രൂവ്മെന്റിനും
സർവീസ് ഇംപ്രൂവ്മെന്റിനും മറ്റും നമുക്ക് എന്ത് ഹെൽപ്ഫുൾ ആണ്, ICT ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ കാൾഡ് വെബ് എനേബിൾഡ് സർവീസസ്. നമ്മുടെ ഓർഗനൈസേഷൻ കംപ്ലീറ്റ് ഓപ്പറേഷനും ഏത് ചെയ്യും, ഈ ICTയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സർവീസുകൾ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഏതൊക്കെയെന്നാണ് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് BPO ആൻഡ് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. നെക്സ്റ്റ് വൺ call center. Next one teleconferencing and last one video conferencing. Okay, ഇത്രയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് ഏതൊരു കിട്ടുന്നത് ICT എനേബിൾഡ് സർവീസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്. എന്താണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് നോക്കാം. അതായത് ദി പ്രോസസ് ഓഫ് ഹയറിംഗ് അനദർ കമ്പനി ടു ഹാൻഡിൽ ബിസിനസ് ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ബിസിനസ് ആക്ടിവിറ്റീസിന് പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുന്നു. ഓക്കെ, അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്, ബിസിനസ് പ്രോസസിംഗ് ഔട്ട്സോഴ്സിംഗ്. അതായത് ദി പ്രോസസ് ഓഫ് ഹയറിംഗ് അനദർ കമ്പനി ടു ഹാൻഡിൽ ബിസിനസ് ആക്ടിവിറ്റീസ്. നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വേണ്ടി ചില ഏരിയാസ്, ബിസിനസിന്റെ ചില ആക്ടിവിറ്റീസ് നടത്തുന്നതിന് വേണ്ടി മറ്റൊരു കമ്പനിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏൽപ്പിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് കോൺട്രാക്ടിംഗ് ഓഫ് ദി ഓപ്പറേഷൻസ് and responsibilities of specific business functions to a third party service provider. Okay, അതായത് ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ തേർഡ് പാർട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബിസിനസിന്റെ ചില ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യും, കൊടുക്കും. അവരെന്ത് ചെയ്യും, അതിന്റെ മുകളിൽ കംപ്ലീറ്റ് ഓപ്പറേഷൻസും അതിന്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റിയും ആരേറ്റെടുക്കും, ഈ തേർഡ് പാർട്ടി ഏറ്റെടുക്കും. ഇത്തരത്തിൽ പറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്. ഓക്കെ, നമ്മുടെ ബിസിനസിന്റെ ആക്ടിവിറ്റീസ് ചില ഏരിയാസ് മറ്റുള്ള കമ്പനികൾക്ക് കോൺട്രാക്ട് ബേസിൽ കൊടുക്കുന്നു. ഓക്കെ, ദാറ്റ് ഇസ് കാൾഡ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് ആണ്. ഓക്കെ, ഇതും എന്താണ്, ഈസ് എ ഫോം ഓഫ് ഔട്ട്സോഴ്സിംഗ്. മറ്റൊരു കമ്പനി അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷൻ നമ്മളത് ഏൽപ്പിക്കുക ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ വരുന്നത്, ഇറ്റ് ഈസ് എ നോളജ് ആൻഡ് ഇൻഫോർമേഷൻ റിലേറ്റഡ് വർക്ക്സ്. ഇവിടെ എന്താ വരുന്നത്, ബിസിനസ് ആക്ടിവിറ്റീസ് അല്ല, എന്താ വരുന്നത്, നോളജ് ആൻഡ് ഇൻഫോർമേഷൻ റിലേറ്റഡ് വർക്ക്സ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ഡിഫറെന്റ് കമ്പനീസ്. മറ്റു കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അതിലെ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്കകത്ത് നമ്മുടെ ഓർഗനൈസേഷനെ മറ്റൊരു സബ്സിഡറി ഏരിയയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത്തരം ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതിന് പറയുന്നതാണ് നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കോൾ സെന്റർ ആണ്. അത് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. എന്താണ് കോൾ സെന്റർ എന്നുള്ളത്, is telephone service facilities set up to handle a large number of both incoming and outgoing calls for an organization. Okay, ഒരു ഓർഗനൈസേഷനിലേക്ക് വരുന്ന ധാരാളം നമ്പർ ഓഫ് ഇൻകമിംഗ് ആൻഡ് ഔട്ട്ഗോയിങ് ടെലിഫോൺ കോളിനെ നമുക്ക് എന്ത് ചെയ്യണം, ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോൾ സെന്റർ എന്നൊരു ഏരിയ. ഓക്കെ, ഇറ്റ് സപ്പോർട്ട്സ് വേരിയസ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു കമ്പനിയെ ബേസ് വെക്കുമ്പോൾ ഒരുപാട് കോളുകൾ അതിലേക്ക് വരാം. അപ്പോൾ എന്താ വെച്ചാൽ കമ്പനി കൊടുക്കുന്ന സർവീസിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഹെൽപ്പ് ആയിട്ടായിരിക്കാം. അപ്പോൾ കുറെ കോൾസ് ഇൻകമിംഗ് വരും, അനുസരിച്ച് എന്ത് ചെയ്യണം, ഔട്ട് ഗോയിങ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അത്തരം ഏരിയ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഏരിയ നമുക്ക് എന്താണ് കോൾ സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടെലികോൺഫറൻസിംഗ് ആണ്. എന്താണ് ടെലികോൺഫറൻസ്, നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്. ഇറ്റ് ഇസ് എ മീറ്റിംഗ് ഓർ കോൺഫറൻസ് ഹെൽഡ് ബിറ്റ്വീൻ 2 or more parties in remote location made by the use of IT infrastructure and services. Okay, IT information technology infrastructureും അതിന്റെ സർവീസുകളും യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോൺഫറൻസ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും വിദൂര പ്രദേശങ്ങളിൽ നിന്നിട്ട്. അതിനെ പറയുന്ന പേരെന്താണ്, ടെലികോൺഫറൻസിംഗ്. ഓക്കെ, ദാറ്റ് ഇസ് എ 2 or more parties in remote locations. ഡിഫറെന്റ് ഏരിയയിലായിരിക്കും, അത്രയും ഏരിയയിൽ കിടക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റിംഗിലേക്കോ അല്ലെങ്കിൽ കോൺഫറൻസിലേക്കോ ആഡ് ചെയ്യാൻ സാധിക്കും. എന്തിലൂടെ, ടെലികോൺഫറൻസിലൂടെ. ഓക്കെ, നെക്സ്റ്റ് മറ്റൊരെണ്ണം പറയുന്നത് വീഡിയോ കോൺഫറൻസിംഗ് ആണ്. അത് നമുക്ക് ഫെമിലിയർ ആണ്. ഇവിടെ നമ്മൾ വീഡിയോ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ടെലികോൺഫറൻസിംഗ് ക്യാൻ ഇൻക്ലൂഡ് വീഡിയോ ഓഫ് ദി പാർട്ടീസ് ഇൻവോൾവ്ഡ് ഇൻ ദി കോൺഫറൻസ്. ഓക്കെ, കോൺഫറൻസ് നമുക്ക് എന്ത് ചെയ്യാം, ലൈവ് ആണ്. അവിടെ എന്താ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, വീഡിയോ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇറ്റ് നീഡ്സ് എ വീഡിയോ ക്യാമറ. ഇതിനാവശ്യമുള്ള സാധനങ്ങളാണ് പറയുന്നത്. ഇറ്റ് നീഡ് എ വീഡിയോ ക്യാമറ ആൻഡ് സ്പീക്കർ ഫോൺ ആൻഡ് കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക് ഓർ ഇന്റർനെറ്റ്. നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ വേണം. മാത്രമല്ല
ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടർ സിസ്റ്റം വേണം, വീഡിയോ ക്യാമറ വേണം, പിന്നെ എന്ത് വേണം, ഓഡിയോ പ്രൊവൈഡ് ചെയ്യാൻ സ്പീക്കർ ഫോൺസും വേണം. ഇത്രയും എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധ്യമാവുള്ളൂ, വീഡിയോ കോൺഫറൻസ് സാധ്യമാകുന്നത്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടന്റ്. ഓക്കെ, ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.